കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിഷേധം ആളുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJPയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷ നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. ഞാൻ എപ്പോഴും പറയും, ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ, സർക്കാരില്ലായ്മ അതിൻ്റെ ഏറ്റവും അന്ത്യവുമായ ഒരു ഇതാണ് ഇവിടെ ഇപ്പോൾ കണ്ടത്. കോൺഗ്രസും UDFും തീർച്ചയായിട്ടും സമരവുമായി മുന്നോട്ട് പോകും. ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ്. കോട്ടയത്ത് നിന്ന് ലാൽകൃഷ്ണയും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും ചേരുന്നു. ആദ്യം ലാൽകൃഷ്ണയിലേക്ക്. ലാൽ, അധികാര അനാസ്ഥ കൊണ്ട് ബിന്ദു എന്ന ഒരാൾ പാവം മരിച്ചിരിക്കുന്നു. അപ്പോഴും ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന ചോദ്യം ബാക്കി. ന്യായീകരണങ്ങൾ കൊണ്ട് പല കോട്ടകൾ കെട്ടിയിട്ടും അതെല്ലാം പൊളിയുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഇന്ന് നടന്ന പ്രതിഷേധങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? ആരൊക്കെയാണെന്ന് പ്രതിഷേധിച്ചത്? 3 പ്രതിഷേധങ്ങളാണ് കോട്ടയം നഗരത്തിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് എന്ന് തന്നെ പറയാം. ഇപ്പോഴും പ്രതിഷേധങ്ങൾ പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ആദ്യം എത്തിയത് DCCയുടെ നേതൃത്വത്തിലായിരുന്നു. കോട്ടയം DCC ആണ് ആദ്യഘട്ടത്തിൽ വാതിക്കലേക്ക് പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധം ബാരിക്കേഡ് ഉപയോഗിച്ച് തന്നെ പോലീസ് അവിടെ തടയുകയുണ്ടായി. അത് അക്രമാസക്തമാകുന്ന ഒരു രീതിയിലേക്ക് മാറിയില്ല. ഒരു ഉപരോധ സമരത്തിൻ്റെ മാതൃകയിൽ അതവിടെ അവസാനിച്ചു. തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം എത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. അത് തീർത്തും അക്രമാസക്തം എന്ന് തന്നെ പറയേണ്ടി വരും. ആ പ്രതിഷേധം വന്ന ഉടനെ തന്നെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അകത്ത് കടക്കാനാണ് ശ്രമിച്ചത്. ഏകദേശം സമരം തുടങ്ങി 1 മിനിറ്റിനുള്ളിൽ തന്നെ വരുൺ ഉപയോഗിച്ചുകൊണ്ട്, ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് ആ പ്രതിഷേധ മാർച്ചിനെ അടിച്ചമർത്താനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷേ പ്രവർത്തകർ അതോടൊപ്പം തന്നെ കൂടുതൽ പ്രകോപിതരാകുന്ന സ്ഥിതിയാണ് കണ്ടത്. ഏകദേശം 3 വട്ടമാണ് ഇവിടെ ജലപീരങ്കി ഉപയോഗിച്ചത്. അതോടുകൂടി തന്നെ ബാരിക്കേഡ് പൂർണ്ണമായും മറിച്ചിട്ട് പ്രവർത്തകർ അകത്തേക്ക് കിടക്കുകയും വരുണിൻ്റെ മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി. ഒരു ഘട്ടത്തിൽ വരുൺ ജലപീരങ്കി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനെ പോലും അതിൽ നിന്ന് വലിച്ച് താഴെ ഇടാനുള്ള ശ്രമം പോലും ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് എന്തായാലും പോലീസ് ഇടപെട്ട് തന്നെ പരിഹരിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ പ്രതിഷേധം ആളിക്കത്തുന്ന രീതിയിൽ തന്നെ മാറിക്കൊണ്ടിരുന്നു. അതിനിടയിലാണ് മന്ത്രി വീണ ജോർജിൻ്റെ കോലം കത്തിക്കാനുള്ള ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനോടൊപ്പം തന്നെ ബാരിക്കേഡെല്ലാം പൂർണ്ണമായും തകർത്ത് മെഡിക്കൽ കോളേജിനകത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമരം ഇവിടെ നടക്കുന്നതിനിടയിലാണ് BJPയുടെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം കൂടി പ്രതിഷേധവുമായി എത്തിയത്. അവരെത്തുന്ന സമയത്ത് കവാടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന സമയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കവാടത്തിനപ്പുറത്ത് അവർ കാത്തുനിന്ന് പ്രതിഷേധിച്ചു. സമരം അവസാനിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി മറ്റൊരു വാതിലൂടെ, അതായത് ഈ ആംബുലൻസുകൾക്ക്, രോഗികൾക്ക് മറ്റും പോകാൻ വേണ്ടിയിട്ട് ഇതിനപ്പുറത്ത് മറ്റൊരു കവാടം ഒഴിച്ചിട്ടിരുന്നു പോലീസ്. ആ കവാടത്തിലൂടെ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ കാറുകളും മറ്റും കടന്നു വരുന്ന ഈ കവാടത്തിലൂടെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ അകത്തേക്ക് പോവുകയും കാഷ്വാലിറ്റി വാർഡിന് മുൻഭാഗത്തായിട്ട് കൂട്ടം കൂടി നിന്ന് പ്രതിഷേധിക്കുമായിരുന്നു. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം കനത്ത് നിന്നത്. ഏറെ നേരം പ്രവർത്തകരെല്ലാം കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തതിനു ശേഷമാണ് പോയത്. ഈ രാജിയിൽ കുറഞ്ഞ ഒരാവശ്യത്തിലേക്ക് പോകുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ BJPയുടെയും സമരം നടന്നത്. പ്രതിഷേധങ്ങൾ, അലയൊലികൾ വീണ്ടും തുടരുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പ്രഖ്യാപിക്കുക തന്നെ ചെയ്തത് വീണ ജോർജിൻ്റെ രാജിയിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല എന്ന് മാത്രമല്ല,
140 നിയോജക മണ്ഡലങ്ങളിലും മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാക്കാനും പോകുന്ന വഴികളിലെല്ലാം മന്ത്രിയെ തടയാനും കരിങ്കൊടി കാണിക്കാനുമാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ്. ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ളവർ സന്നിഹിതരായിരുന്ന സമരമാണ് ഏകദേശം അല്പസമയങ്ങൾക്ക് മുമ്പ് അവസാനിച്ചത്. ഒരു ഘട്ടത്തിൽ ഇന്നലെ മുതൽ തുടങ്ങിയ സമരങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി കലുഷിതമായിരുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോഴും പരിശോധനയും മറ്റു കാര്യങ്ങളും അകത്ത് കടക്കുന്നുണ്ട്. കളക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വീഴ്ചകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലാണ് കളക്ടറും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ വീഴ്ച ഉണ്ടായിട്ടില്ല, അത്തരത്തിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അപ്രസക്തമാണ് എന്ന കാര്യം കൂടി കളക്ടർ പറയുന്നുണ്ട്. ഇത് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലും കളക്ടർ ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത് നമുക്ക് ഊഹിക്കാം. കാരണം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് സൂപ്രണ്ട് കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ്, രോഗികൾ പറഞ്ഞതനുസരിച്ചാണ് അവിടെ ആ ടോയ്ലറ്റ് തുറന്നു കൊടുത്തത്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ രോഗികൾ തന്നെ പറയുന്നു അവിടെ ആളുകളുണ്ടായിരുന്നു, ഡോക്ടർമാർ റൗണ്ട്സിന് വരുന്നുണ്ടായിരുന്നു, അവിടെ ആളുകളെ താമസിപ്പിച്ചിരുന്നതാണ് എന്ന കാര്യം പറയുന്നുണ്ട്. ഇന്ന് ഒരു ഘട്ടത്തിൽ പോലും, ഒരു മഴക്കാർ വന്ന സമയത്ത് പോലും ആ പരിസരത്തുണ്ടായിരുന്ന ആളുകളടക്കം ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വന്നു. കാരണം കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നതിനിടയിലാണ് ചെറിയൊരു ചാറ്റമഴ പെയ്തത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അധികൃതർ, കളക്ടർ, രോഗികൾ, ബന്ധുക്കൾ, നഴ്സിംഗ് സ്റ്റുഡൻസ്, ഡോക്ടർമാരായിട്ട് പഠിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വന്നു. അത്രത്തോളം ഭീകരമാണ് അവസ്ഥ എന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റേതെങ്കിലും പ്രദേശത്ത്, ഈ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട മറ്റ് കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും പഴകിയ കെട്ടിടങ്ങളുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ച് 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്ന കാര്യം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ, 10 മാസത്തിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഓരോ വീഴ്ചകളും രാഷ്ട്രീയ ആരോപണങ്ങളാകും, ആയുധങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തെരുവിലേക്ക് പോകുമെന്ന കാര്യത്തിലും സംശയമില്ല. അതിന്റെ തീവ്രത തന്നെയാണ് നമ്മൾ കോട്ടയത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധ ജ്വാലകളിൽ നമ്മൾ കണ്ടത്. അത് പൂർണ്ണമായി ശാന്തമായി എന്ന് പറയുമ്പോഴും ഒരു മണിക്കൂറുകളടക്കം ഇത്തരത്തിലായിരിക്കില്ല, പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചികിത്സാ മികവ് നാടിന് പലകുറി അഭിമാനമായതാണ്. പക്ഷേ അത്തരത്തിൽ മികച്ച ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക്, അവരുടെ കൂട്ടിരിപ്പുകാർക്ക് സുരക്ഷിതമായ ഒരു ആശുപത്രി അന്തരീക്ഷം ഒരുക്കുന്നതിൽ പൂർണ്ണ വീഴ്ച സംഭവിച്ചെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പ്രത്യേകിച്ച് കാലപ്പഴക്കം വന്ന് പലതവണ കോൺക്രീറ്റ് സ്ലാബ് അടക്കം പൊളിഞ്ഞുകൊണ്ടിരുന്ന കെട്ടിടത്തിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരുടെ ജീവൻ റിസ്ക് വെച്ചുകൊണ്ടാണ് അവിടെ അവരെ താമസിപ്പിച്ചത്. തൊട്ടടുത്ത് ഒരു വിശാലമായ കെട്ടിടം പണി തീർത്തിട്ട് പോലും ഇന്നാണ് അവരങ്ങോട്ട് മാറ്റിയത്. അപ്പോൾ ഗുരുതരമായൊരു അനാസ്ഥ, കുറ്റകരമായൊരു അനാസ്ഥ, ജീവനെടുത്തൊരു അനാസ്ഥ, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും സുഹൈൽ പറഞ്ഞ പോലെ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അഭ്യൂഹങ്ങളുള്ളതാണ്. മാത്രമല്ല 13 വർഷം മുമ്പ് തന്നെ ഈ കെട്ടിടം പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്ന തീരുമാനത്തിലേക്ക് എത്തിയതുമാണ്. അവിടെ നിന്ന് ആളുകളെ മാറ്റാനും തുടങ്ങിയതാണ്. പക്ഷേ അത്തരത്തിൽ പൂർണ്ണമായി മാറ്റാനോ രോഗികളെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഒരു കൊല്ലം മുമ്പ് PWD ഈ കെട്ടിടം പൊളിച്ചു തന്നെ കളയണം എന്ന നിർദ്ദേശം മുമ്പോട്ട് വയ്ക്കുകയും അതിന് തത്വത്തിൽ അംഗീകാരമാവുകയും ചെയ്തതാണ്. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ അത് കൊടുത്തു എന്നൊരു ചോദ്യം അവിടെയുണ്ട്. ഈ കളക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മുഖവിലയ്ക്ക് എടുത്താൽ പോലും പൊളിച്ചു കളയണം, അത്രത്തോളം സുരക്ഷിതമല്ലാത്തൊരു കെട്ടിടമാണ് എന്ന് പറഞ്ഞിട്ടും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞത്. അതൊരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും അങ്ങനെ കൊടുക്കാവുന്നതാണോ എന്നൊരു ചോദ്യം അപ്പോഴും പ്രസക്തമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ ബ്ലോക്കിൻ്റെ കാര്യമാണ്. പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം കാത്തു കിടക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഒരു ഉദ്ഘാടനം കാത്തു കിടന്നത് എന്ന ചോദ്യം രോഗികളായുള്ളവരും പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. ന്യായമായ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഓപ്പറേഷൻ തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി വീണ ജോർജിനെതിരെ തന്നെ മറ്റ് പല ആരോപണങ്ങളും ഉയരുന്നുണ്ട്. മന്ത്രിയുടെ കടുംപിടുത്തം കാരണമാണ് തൽക്കാലം ഉദ്ഘാടനം മാറ്റിവെച്ചിരിക്കുന്നത്, ഇതിനുശേഷം ഉദ്ഘാടനം നടക്കുമെന്നുള്ള ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതെന്ത് തന്നെയാണെങ്കിലും ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വൈകുന്തോറും, അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോഴും ആ പൂർത്തിയാവാത്ത കെട്ടിടത്തിലേക്ക് ആളുകളെ മാറ്റിക്കൊണ്ട്, രോഗികളെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് വീണ്ടും ചികിത്സാ രീതികൾ മുമ്പോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. പറപ്പൂക്കര പഞ്ചായത്തിൻ്റെ റെക്കോർഡ് അനുസരിച്ച് ഈ പ്രദേശത്തുള്ള ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് അനുസരിച്ച് ഏകദേശം 2022 തന്നെ പൊളിച്ചു കളയേണ്ട ഒരു കെട്ടിടം തകർന്നു വീഴുമെന്ന് ഉറപ്പുള്ള കെട്ടിടമായിരുന്നു. പക്ഷെ അവിടെ ഒരു കൂസലുമില്ലാതെ രോഗികളെ, കൂട്ടിരിപ്പുകാരെ പാർപ്പിച്ചു. വാദത്തിന് ശുചിമുറി മാത്രമാണ് കൊടുത്തതെന്ന് പറയുമ്പോഴും പൈപ്പ് ഒന്ന് തുറന്നാൽ പൊളിയുന്ന ശുചിമുറിയാണെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിൽ അവിടെ കൂട്ടിരിപ്പുകാരെ പ്രവേശിപ്പിച്ചു എന്ന ചോദ്യമുണ്ട്. സുരക്ഷാ വീഴ്ചയിൽ നിന്ന്, അനാസ്ഥയിൽ നിന്ന് ഒരു തരി പിന്നോട്ട് പോകാൻ സർക്കാരിനോ അധികൃതർക്കോ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോ അടക്കം സാധിക്കില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. കൃത്യമായ അന്വേഷണം, വ്യക്തമായ നടപടി അതിലുണ്ടാകണം. ഷഫീദ് റാവുത്തർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചെയ്തു. ഷഫീദ്, ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തീപിടുത്തം അത് പുതിയ കെട്ടിടത്തിലായിരുന്നു. പിന്നീട് ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒടുക്കം ഇതാ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകരൽ. അങ്ങനെ ഒരു കാലത്ത് കഴിഞ്ഞ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ഗ്ലാമർ
പൊതുവിദ്യാഭ്യാസ വകുപ്പായിരുന്ന ആരോഗ്യ വകുപ്പ് പുതിയ മന്ത്രിസഭയിൽ സർക്കാരിന്റെ മികവിന് കോട്ടം വരുത്തുന്ന ആരോപണം ശക്തമാകുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് CPIM-ന്റെ സർക്കാരിന്റെ നീക്കം, തീരുമാനം? സുഹൈല, ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിൽ നിന്ന് പ്രതിപക്ഷ മുദ്രാവാക്യം ഏറ്റെടുത്താണ് ഈ തലസ്ഥാന നഗരത്തിലടക്കം വലിയ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഒരു വകുപ്പ് മേധാവിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ ചർച്ചയാകുന്നു. ഇതിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തന്നെ തകർന്നു വീഴുന്നു. പൂർണ്ണ അർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് പാളി എന്നുള്ള ഒരു മുദ്രാവാക്യം പ്രതിപക്ഷം ഒരു ക്യാമ്പയിനായി തന്നെ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ആരോഗ്യമന്ത്രിയുടെ രാജി അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാട് ഹൗസിലാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ ഇവിടെ സംഘർഷഭരിതമായിരുന്നു. പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അത് നടത്തി. പ്രത്യേകിച്ച് BJP-യുടെ പ്രതിഷേധ മാർച്ച് നമ്മൾ കണ്ടു, RYF-ന്റെ പ്രതിഷേധ മാർച്ച് കണ്ടു. അല്പസമയത്തിനുള്ളിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച് ഇവിടേക്കുണ്ടാകും. വലിയ പോലീസ് സന്നാഹം അടക്കമുള്ള കാര്യങ്ങൾ ബാരിക്കേഡ് ഉയർത്തി ഇവിടെ ഈ പ്രതിഷേധങ്ങളെ തടയാൻ നിലവിൽ ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെ അവരുടെ ഓഫീസിലേക്ക് പോയതാണ്. ഇതുവരെയും ആരോഗ്യമന്ത്രി മടങ്ങിയെത്തിയിട്ടുമില്ല. ഉച്ചയ്ക്ക് സാധാരണഗതിയിൽ ഔദ്യോഗിക വസതിയിലേക്ക് മടങ്ങിയെത്താറുണ്ട്. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ മടങ്ങിയെത്താറുണ്ട്. ഇന്ന് അങ്ങനെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഴിയിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ അസ്വാഭാവികമായിട്ടുള്ള ചില സംഭവങ്ങൾ അതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് കെട്ടിട ഓഡിറ്റിങ്ങിനടക്കം വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു കുറിപ്പായി അല്പസമയം മുൻപ് പുറത്തു വരികയും ചെയ്തു. അതായത് മെയ് മാസത്തിൽ ഒരു യോഗം അതുമായി ബന്ധപ്പെട്ട് ചേർന്നു. അതിനുശേഷം അക്കാര്യങ്ങൾ വിലയിരുത്താൻ കർശന നിർദ്ദേശം നൽകി. വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഓരോ ആഴ്ചയും യോഗം ചേർന്നത് വിലയിരുത്തുമെന്നുള്ളതാണ് സ്വാഭാവികമായും അവർ ഉയർത്തുന്ന പ്രതിരോധം ആ വാർത്താക്കുറിപ്പിലടക്കം പറയുന്ന കാര്യം. പക്ഷേ അപ്പോഴും നിലവിൽ ഇപ്പോൾ ഇനി അവശേഷിക്കാൻ, അതായത് ഈ സർക്കാർ അവശേഷിക്കാൻ 1 വർഷം കൂടി മാത്രം ബാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ പരിക്കുകളില്ലാത്ത വകുപ്പുകളുടെ പട്ടികയിലേക്ക് ആരോഗ്യവകുപ്പ് ഒരിക്കലും വരുന്നില്ല. പകരം ആരോഗ്യവകുപ്പിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ ശസ്ത്രക്രിയാ വിവാദം, കോഴിക്കോട് ഹർഷിന ശസ്ത്രക്രിയാ വിവാദം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകാറുണ്ട്. അതിലൊക്കെ ആരോഗ്യവകുപ്പ് പാളി എന്നുള്ള ഒരു വിമർശനം അത് പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ചോദിക്കട്ടെ, ഈ ആരോഗ്യമന്ത്രിയെ ഉദ്യോഗസ്ഥർ അനുസരിക്കുന്നില്ല എന്ന വിലയിരുത്തലൊക്കെ ഉണ്ട്. കൃത്യമായ ഫയർ ആൻഡ് ഓഡിറ്റിംഗ് സംവിധാനം ഒരുക്കണം, അതിലൊക്കെ കൃത്യമായ ഒരു വകുപ്പ് മേധാവികളുടെ മോണിറ്ററിംഗ് വേണമെന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും പാലിക്കുന്നില്ല എന്ന് സർക്കാർ തന്നെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഉദ്യോഗസ്ഥരൊന്നും നിയന്ത്രിക്കാൻ ആളില്ലേ ഷഫീദ്? സുഹൈൽ, അത് തന്നെയാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യവും. കാരണം ഇത് മാത്രവുമല്ല, ഈ സുരക്ഷാ ഓഡിറ്റിംഗ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രവുമല്ല, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെ മരുന്ന് ലഭ്യതയിൽ തുടങ്ങി ഈ ഡോക്ടർമാരുടെ ഇടപെടലടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ആരോഗ്യവകുപ്പ് കേൾക്കുന്നുണ്ട്. ഇന്നും പുറത്തു വന്നൊരു വാർത്ത, ഈ മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ സുരക്ഷാ ഫയർ ഓഡിറ്റ് റിപ്പോർട്ട് അത് ആരോഗ്യവകുപ്പ് കർശനമാക്കി എന്നുള്ളതാണ്. എല്ലാ ആഴ്ചകളിലും ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന HOD-മാരുടെ യോഗങ്ങളിൽ റിപ്പോർട്ട് കർശനമായി സമർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജ് HOD-മാർ സുരക്ഷാ പരിശോധന നടത്തിയിരിക്കുന്ന കർശന നിർദ്ദേശം ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് മുൻപ് കൊടുത്തിട്ടും അവരുടെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ മെയ് 21 ചേർന്ന ഉന്നതതല യോഗം ഈ ഹോസ്പിറ്റലുകളുടെ സുരക്ഷ സംബന്ധിച്ച അതിലൊരു സുരക്ഷാ പദ്ധതി, ദുരന്താഘാതമടക്കം ഒഴിവാക്കുന്നതിന് ആശുപത്രി സുരക്ഷാ പദ്ധതിയൊക്കെ തയ്യാറാക്കുവാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഒരു പക്ഷേ വിശദീകരണമായിട്ടും നിലവിൽ ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൻ്റെ പശ്ചാത്തലമൊക്കെ വിശദീകരിക്കാം. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ പ്രതിരോധമാകുന്നില്ല. സുഹൈൽ, ആരോഗ്യവകുപ്പ് എന്ന നൗക ഇങ്ങനെ ആടി ഉലയുകയാണ്. കപ്പിത്താനില്ലാതെ, കൃത്യമായി മന്ത്രി പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥർ, കൃത്യമായി മോണിറ്ററിംഗ് നടത്താനുള്ള സംവിധാനങ്ങളില്ലാത്തത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യവകുപ്പിനെ അലട്ടുന്നു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ആരോഗ്യവകുപ്പിന്റെ ഓരോ പോരായ്മകളും പിടിച്ച് പ്രതിപക്ഷം അത് രാഷ്ട്രീയ ആയുധമാക്കി സംഘർഷ പ്രക്ഷുബ്ധമാക്കുകയാണ് രാഷ്ട്രീയ കേരളത്തിന്റെ അന്തരീക്ഷം.